റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് അല്ലൈനാനി തസിനിയാൻ ഫസിനാഹുമാ അന്നദുറു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സഹാബ, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സഹാബ. ഫസിനാഹുമാ അന്നദുറു. കണ്ണിന്റെ വ്യഭിചാരം ഹറാമായ നോട്ടമാണ്. അന്യ പെണ്ണിലേക്കുള്ള പുരുഷ നിന്റെ നോട്ടമില്ലയോ, അത് വികാര വിചാരത്തോടുകൂടിയുള്ള നോട്ടമാണ് എങ്കിൽ വ്യഭിചാരമാണ്. അന്യ പുരുഷനിലേക്കുള്ള പെണ്ണെ നിന്റെ നോട്ടമില്ലയോ, ഹറാമാ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് വഖുല്ലിൽ മുഅ്മിനീൻ وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. പരിശുദ്ധമായ ഖുർആനിലെ വിവിധ ആയത്തുകളിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങളോട് പറയണേ നബിയേ, യഗുള്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ, ഹറാമ കാണരുതേ. അത് സിനിമ മാത്രമല്ല, അത് സീരിയൽ മാത്രമല്ല, അത് അശ്ലീലമാക്കപ്പെട്ട കണ്ണുകൊണ്ട് നോക്കലല്ല, കണ്ണുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് ഡബ്ല്യു രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കൽ മാത്രമല്ല. നീ കോളേജിലേക്ക് പോകുമ്പോ നിന്റെ കൂട്ടുകാരികളാകുന്ന സ്ത്രീകളുമായി കാമുകയുമായി ഭാഷണം നടത്തുന്നവരെ, അവരുമായി സംസാരിക്കാൻ താല്പര്യം വെക്കുന്നവരെ, അവരുമായി കൂടിച്ചേരാൻ താല്പര്യം വെക്കുന്നതായ സഹോദര, നിന്റെ കണ്ണിന് വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാ. ആ കണ്ണിനെ ഒന്ന് സൂക്ഷിക്കണേ, ഹറാമിനെ തൊട്ട് ചിമ്മണേ. പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ, ലൈംഗിക അവയവത്തെ സൂക്ഷിക്കണേ. സ്ത്രീകളോടും അല്ലാഹുവിന്റെ റസൂൽ ഇതേ രീതിയിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. വഖുല്ലിൽ മുഅ്മിനാത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ. നബിയേ അവിടുന്ന് മുസ്ലിം സഹോദരിമാരോട് പറയണേ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, അവരുടെ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുന്നതോടൊപ്പം അവരുടെ കണ്ണുകളെ ഒന്ന് സൂക്ഷിക്കണേ. വയഹ്ഫദ്ന ഫുറൂജഹുൻ, പരിപൂർണമായി ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും തടയിടുന്ന നിലയ്ക്കാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ പറഞ്ഞത് കണ്ണിനെ സൂക്ഷിക്കണമെന്നാണ്. കാരണം ഈ കണ്ണിനോടെയുള്ള കാഴ്ച കൊണ്ടാണ് അന്യ പെണ്ണുമായിട്ട് സംവദിക്കണം, അവളുമായിട്ട് കൂടിച്ചേരണം, അവളെ ഒന്ന് പ്രേമിക്കണം, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. എല്ലാ നിലയ്ക്കുമുള്ള ത്വരകൾ നിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിലേക്ക് കടന്നു വരുന്നത് കാഴ്ചയിലൂടെയാണ്. അതുകൊണ്ട് കാഴ്ചയെ തന്നെ പരിശുദ്ധ ഇസ്ലാം പാടില്ല എന്ന് വിലക്കുകയാണ്. വഖുല്ലിൽ മുഅ്മിനാത്, മുസ്ലിം സഹോദരി പറയണേ, മുസ്ലിം സഹോദരിമാരോടൊന്ന് പറയണേ നബിയേ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, അന്യ പുരുഷന്മാര് വരുമ്പോ കണ്ണുകളെ ഒന്നടക്കണേ. മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതായ ബസിന്റെതാകുന്ന ഡ്രൈവർ വരുമ്പോ, ബസിന്റെ ക്ലീനർ വരുമ്പോ, ഓട്ടോ ഡ്രൈവർ വരുമ്പോ, പള്ളിയിലെ മുസ്ലിയാര് വരുമ്പോ, മുഅദ്ദിൻ ഉസ്താദ് വരുമ്പോ, ആശാരി വരുമ്പോ, മേശരി വരുമ്പോ, ആര് അന്യ പുരുഷന്മാര് വീട്ടിലേക്ക് വന്നാലും ഒന്ന് മറഞ്ഞിരിക്കണേ. കണ്ണിനെ ഒന്ന് സൂക്ഷിക്കണേ. വയഹ്ഫദ്ന ഫുറൂജഹുൻ, അവരുടെ ജനനേന്ദ്രിയത്തെ സംരക്ഷിക്കണേ. ഇതൊരു നിസ്സാര കാര്യമല്ല, ഇത് വൻ കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ അനുയായികളോട് പറയുകയാണ്, രണ്ട് കണ്ണുകളെ സൂക്ഷിക്കണേ സഹാബ. അല്ലൈനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾ വിചരിക്കുന്നുണ്ട്. ഫസിനാഹുമാ അന്നളറോ, കണ്ണിന്റെ വ്യഭിചാരം ഹറാമായ കാഴ്ചയാണ്, കാഴ്ചയാ, പാടില്ല പാടില്ല, സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. എത്രയോ സഹോദരങ്ങൾ കോളേജിൽ പഠിക്കുന്നവരും അല്ലാത്തവരുമായി പ്രേമിച്ച് നടക്കുന്നവരില്ലയോ, സഹോദര സഹോദരിമാരില്ലയോ, പരസ്പരം കാണാൻ വേണ്ടി രാവിലെ സ്കൂളിലേക്ക് തന്നെ പോകുന്ന നീയത്ത് അന്യ പെണ്ണിനെ എന്ന കാരണമെന്ന് ലക്ഷ്യം വെച്ച് പോകുന്നവരെ വൈകുന്നേര സമയത്ത് കുളിച്ച് പൊട്ടുതൊട്ടുകൊണ്ട് അത്ര തേച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നത് പോലെ ഇതാ സ്കൂളിന്റെ മുറ്റത്തേക്ക് പോയി സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്നതായ കുട്ടികളെ കാണാൻ വേണ്ടി 350 ബുള്ളറ്റ് പൊട്ടിച്ചുകൊണ്ട് ആ കോളേജിന്റെ കലാലയത്തിന്റെ മുന്നിലൂടെ പാറി കളിക്കുന്നതായ